ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വിഷയമാണ് മോൾ കൺസെപ്റ്റ്. ഒരുപാട് കാൽക്കുലേഷൻസ് ചോദിക്കുന്ന ഭാഗമാണ് മോൾ കൺസെപ്റ്റ്. ആദ്യം മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ പറയാണ്. നിങ്ങൾ AMU എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ U എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് യൂണിറ്റ് ഓഫ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസിന്റെ യൂണിറ്റ് ആണ് AMU അല്ലെങ്കിൽ U. 1 AMU അല്ലെങ്കിൽ 1 U എന്ന് പറഞ്ഞതിന്റെ വാല്യൂ 1.66 into 10⁻⁻24 ഗ്രാം ആണ്. ഇതാണ് AMU കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തൊരു ടേമാണ് മോൾ. മോൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മോൾ എന്ന് പറഞ്ഞാൽ 1 മോൾ ഈക്വൽ ടു 6.022 into 10⁻23 പാർട്ടിക്കിൾസ്. ഈ വാല്യൂ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അതിന് NA എന്ന സിംബൽ കൊടുക്കും. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇക്വേഷൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ്, അത് നമ്മൾ N എന്ന് ഷോർട്ടാക്കി പറയും. നമ്പർ ഓഫ് മോൾ കാണാനുള്ള ഒരു ഇക്വേഷൻ ഗിവൺ മാസ് in gram divided by molar mass. ഈ മോളാർ മാസിനെ നമ്മൾ GAM അല്ലെങ്കിൽ GMM എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണോ അറ്റോമിക് മാസ് അത് തന്നെയാണ് മോളാർ മാസ്, പക്ഷെ മോളാർ മാസ് ഗ്രാമിലായിരിക്കണം. അതുകൊണ്ടാണ് ഗിവൺ മാസ് ഇൻ ഗ്രാം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾ കാണാനുള്ള അടുത്ത ഇക്വേഷൻ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമുക്ക് തരുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ NA. NA എന്ന് പറയുമ്പോൾ അവഗാഡ്രോ നമ്പർ ആണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ടിക്കിൾസ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് തന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നമ്പർ ഓഫ് മോൾ ആണ്. മൂന്നാമത്തെ നമ്പർ ഓഫ് മോൾ കാണാനുള്ള ഇക്വേഷൻ ഇതൊന്നും കൂടി ശ്രദ്ധിക്കണം. ഗിവൺ വോളിയം of gas in liter at STP by 22.4. given volume, നിങ്ങൾക്ക് വോളിയം ആണ് തരിക, അത് ഗ്യാസിനെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഗ്യാസിന് മാത്രം ഇൻ ലിറ്റർ, ആ വോളിയം ലിറ്ററിലായിരിക്കണം. അറ്റ് STP, അതൊരു കണ്ടീഷനാണ്. ഈ STPക്ക് പകരം NTP എന്നും പറയാറുണ്ട്. രണ്ടും സെയിം ആണ്. ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും അത് കാൽക്കുലേഷനിൽ വിഷയമല്ല. ബൈ 22.4. അപ്പോൾ ഈ ഇക്വേഷൻ, വോളിയം ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഗ്യാസിന് മാത്രമേ പറ്റൂ, അത് ലിറ്ററിലായിരിക്കണം. ഈ 2 പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ഗ്യാസിനായിരിക്കണം, ലിറ്റർ ബൈ 20.4. ഇതാണ് മോൾ കൺസെപ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. Question number 1. Find number of hydrogen atoms in 8 gram CH4. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. 8 gram CH4 ഉള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണമാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോമ്പൗണ്ടിന്റെ നമ്പർ ഓഫ് മോൾ കാണാം. ആ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ആദ്യം ഈ കോമ്പൗണ്ട് നമ്പർ ഓഫ് മോൾ കാണാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് CH4. CH4ന്റെ ഗിവൺ മാസ് ആണ് 8 gram. ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസ് ആണല്ലോ. CH4ന്റെ മോളാർ മാസ്, കാർബണിന്റെ മാസ് 12ഉം ഹൈഡ്രജന്റെ മാസ് 1ഉം, അങ്ങനത്തെ 4 ഉണ്ട്. മൊത്തം 16 ആണ്.
1/2 മോൾ എന്ന് കിട്ടും. ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് CH4 ആണ്. നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനിൽ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ, എത്ര എണ്ണം എന്നാണ് ചോദിക്കണമെങ്കിൽ, ഈ കിട്ടിയ നമ്പർ ഓഫ് മോളിനെ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. കാരണം അവഗാഡ്രോ നമ്പറിന്റെ പ്രത്യേകത അത് ഒരു മോളിലെ പാർട്ടിക്കിളിന്റെ എണ്ണമാണ്. ഈ നമുക്ക് കാണേണ്ടത് CH4-നകത്തുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണമാണ്. ഒരു CH4-ൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്ര CH4-ൽ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരിക്കും? ഇൻറ്റു ആ 4 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ 4 × ½ NA. ബൈ കാൽക്കുലേഷൻ 2 NA. നിങ്ങൾക്ക് ആൻസറിൽ n ചേർത്തിട്ട് പറയാം, ഒരിക്കലും ആൻസർ റോങ് അല്ല. വേണമെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. 2 × 6.022 × 10⁻23. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Second question, mass of 67.2 liter ammonia at STP. STP-യിലുള്ള 67.2 ലിറ്റർ അമോണിയന്റെ മാസ് കാണണം. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോഴും ആദ്യം നമ്മൾ ഇതിന്റെ നമ്പർ ഓഫ് മോൾ കാണണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എങ്ങനെ കാണും? 67.2 ആണല്ലോ ഗിവൺ വോളിയം ബൈ 22.4 ചെയ്താൽ ഇതിനാണ് 3 മോൾ എന്ന് കിട്ടും. ഈ നിങ്ങൾക്ക് കാണേണ്ടത് ഇതിന്റെ മാസാണ്. നമുക്ക് ഒരു മോളിന്റെ മാസ് മോളാർ മാസ് ആണെന്ന് അറിയാം. അപ്പൊ എത്ര മോളാണോ അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് മാസ് കിട്ടുമല്ലോ. അപ്പോൾ മാസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 3 × 1 മോൾ അമോണിയന്റെ മാസ് ബൈ കാൽക്കുലേഷൻ 17 ഗ്രാം ആണ്. സോ 3 × 17 ഗ്രാം ആണ് ആൻസർ. 3 × 10 30 വരും. ആൻസർ 51 ഗ്രാം. അപ്പൊ ശ്രദ്ധിക്കണം, മാസ് കാണാൻ പറയുമ്പോഴും ആദ്യം നമ്മൾ എന്ത് കണ്ടു? നമ്പർ ഓഫ് മോൾ കണ്ടു. അതിനുശേഷം അതിന്റെ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Third question, number of molecules in 1 liter water. എന്നൊരു ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. NCERT ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 liter വാട്ടർ. ഇവിടെ ഒരിക്കലും 22.4 ഉപയോഗിച്ചുള്ള കാൽക്കുലേഷൻ നടത്താൻ പാടില്ല. കാരണം ഇത് ഗ്യാസിന് മാത്രമേ പറ്റുള്ളൂ. അത് STP-യിലാവണം. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് വോളിയം ഓഫ് വാട്ടർ 1 liter ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊടുത്തിട്ടുണ്ട്. അത് 1 gram per milliliter ആണ്. ഇത് മില്ലിലിറ്റർ ആയതുകൊണ്ട് ഇതിനെ ഞാൻ മില്ലിലിറ്റർ മാറ്റി 1000 milliliter. ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണല്ലോ. അപ്പൊ നമുക്ക് മാസ് ഓഫ് H2O കാണാം. എങ്ങനെ മാസ് കാണാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. എത്രയാണ് ഡെൻസിറ്റി? 1 gram per milliliter ഇൻറ്റു എത്രയാണ് വോളിയം? 1000 milliliter. ബൈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് 1000 gram എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വാട്ടറിന്റെ മാസ് കിട്ടി. ഒരാളുടെ മാസ് കിട്ടിയാൽ അയാളുടെ നമ്പർ ഓഫ് മോൾ കാണാലോ. ഗിവൺ മാസ് ഇൻ ഗ്രാം ബൈ അതിന്റെ മോളാർ മാസ്. വാട്ടറിന്റെ മോളാർ മാസ് 18 ആണ്. ബൈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് 55.55 മോൾ എന്ന് കിട്ടും. ഒരാൾ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാലോ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സോ നമ്പർ ഓഫ് molecules equal to 55.55 into Avogadro number. Very important question. Number of molecules in 1 liter water. ഇത്രയാണ് നമുക്ക് മോൾ കൺസെപ്റ്റിൽ ശ്രദ്ധിക്കാനുള്ളത്.
ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനിൽ എല്ലാ വർഷം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഒരു റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ റിയാക്ടന്റ് which undergo complete reaction. ഏത് റിയാക്ടന്റ് ആണോ റിയാക്ഷനിൽ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്നത് ആ റിയാക്ടന്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഒരു റിയാക്ടന്റ് എപ്പോഴാണ് ലിമിറ്റിംഗ് റിയേജന്റ് ആവുക? ഇറ്റ് പ്രസന്റ് ഇൻ less quantity than required. ഒരു റിയാക്ടന്റിന്റെ എമൗണ്ട് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനേക്കാളും കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യും. ഈ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്ന റിയാക്ടന്റിന്റെ പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ഈ റിയാക്ടന്റ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്നതോട് കൂടി റിയാക്ഷൻ അവസാനിക്കും. സോ നമുക്ക് പറയാൻ പറ്റും it determines amount of product formed. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര പ്രൊഡക്റ്റ് ഫോം ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് ലിമിറ്റ് റിയേജന്റ്. കാരണം ഇത് റിയാക്ട് ചെയ്യുന്നതോടുകൂടി റിയാക്ഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ ആരാണോ റിക്വയർഡ് എമൗണ്ടിനേക്കാൾ കുറവുള്ളത് അയാളാണ് ലിമിറ്റ് റിയേജന്റ്. അത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്ന ആളാണ്. അതേസമയം ഇതാണ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് തീരുമാനിക്കുക. ഇതാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ. നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തേണ്ടത് എന്നാണ് ശ്രദ്ധിക്കുന്നത്. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ ഞാൻ 2 ക്വസ്റ്റ്യൻ ഇവിടെ പരിചയപ്പെടുത്താണ്. നമ്പർ 1, ഫൈൻഡ് volume of NH3 formed during reaction between 40 gram nitrogen with hydrogen gas. Find volume of ammonia formed during reaction between 14 gram nitrogen with hydrogen gas. ഈ ക്വസ്റ്റ്യനിൽ നൈട്രജനും ഹൈഡ്രജനുമാണ് റിയാക്ടന്റ്. N2 plus H2 become ammonia. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും റിയാക്ഷൻ നിർബന്ധമായിട്ടും ബാലൻസ് ചെയ്തിരിക്കണം. നമുക്ക് ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ അറിയാം. N2 plus 3H2 become 2NH3. ഈ ക്വസ്റ്റ്യനിൽ നൈട്രജൻ ഒരു റിയാക്ടന്റ് ആണ്, ഹൈഡ്രജൻ ഒരു റിയാക്ടന്റ് ആണ്. നൈട്രജന്റെ എമൗണ്ട് മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ, ഹൈഡ്രജന്റെ എമൗണ്ട് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാൽക്കുലേഷനിൽ ഹൈഡ്രജൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യാത്തത്? ഹൈഡ്രജന്റെ എമൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ എമൗണ്ട് ആണ് തന്നതെങ്കിൽ ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റോട്ട് കാണാൻ പറ്റും. ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം N2ന്റെ മാസ് 28 ഗ്രാം ആണ്. ഇത് N2 ആവുന്ന സമയത്ത് 2 മോൾ അമോണിയ കിട്ടുന്നുണ്ട്. നമുക്ക് വോളിയം അല്ലേ വേണ്ടത്? 2 മോൾ അമോണിയന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അത് 44.8 ലിറ്റർ ആണ്. എന്താ കാരണം? ഒരു മോളിന്റെ വോളിയം 20.4 ലിറ്റർ ആണല്ലോ. അപ്പൊ 28 ഗ്രാം ഉണ്ടെങ്കിൽ 44.8 ലിറ്റർ കിട്ടും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് 14 ഗ്രാം ആണ് എന്ന് പറഞ്ഞ നേരെ പകുതിയാണ്. അപ്പൊ ഇതും നേരെ പകുതിയായിരിക്കും. ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. കാരണം ഇത് ഡിവൈഡ് ബൈ 2 ആണ്. നമുക്ക് എന്ത് കിട്ടും? 22.4 ലിറ്റർ കിട്ടും. സോ 14 ഗ്രാം നൈട്രജൻ ഗ്യാസ് റിയാക്ട് ചെയ്താൽ 22.4 ലിറ്റർ അമോണിയ കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എന്തുകൊണ്ടാണ് ഹൈഡ്രജന്റെ കാര്യം മൈൻഡ് ചെയ്യാത്തത്? ആ എമൗണ്ടിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇതേ ക്വസ്റ്റ്യൻ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന കൺസെപ്റ്റ് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം.
Find volume of ammonia formed during reaction between 14 gram nitrogen with 2 gram hydrogen. അപ്പോൾ അതേ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതാണ്. N2 plus 3H2 become 2NH3. ഈ ക്വസ്റ്റ്യനിൽ നൈട്രജന്റെ എമൗണ്ടും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രജന്റെ എമൗണ്ടും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണം. കാരണം ലിമിറ്റിംഗ് റിയേജന്റ് ആണ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇത് 28 ഗ്രാം ആണെങ്കിൽ ഇത് 6 ഗ്രാം ആയിരിക്കും. കാരണം 3H2 6 ഗ്രാം. അമോണിയന്റെ എമൗണ്ട് ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, കാരണം അതിനു മുമ്പ് നമുക്കൊരു പണിയുണ്ട്, ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുക. ഇത് 28 ഗ്രാം ആണെങ്കിൽ ഇത് 6 ഗ്രാം ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് ഇത് 14 ഗ്രാം ആണെന്നാണ്. ഇത് നേരെ പകുതി 14 ഗ്രാം ആകുമ്പോൾ ഇത് എത്ര ഗ്രാം ആയിരിക്കും? 3 ഗ്രാം ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കാം, 28 ഗ്രാമിന് 6 ഗ്രാം, 14 ഗ്രാമിന് 3 ഗ്രാം. നമ്മുടെ കയ്യിൽ ഹൈഡ്രജൻ എത്ര ഗ്രാം ഉള്ളത്? 2 ഗ്രാം. നമുക്ക് വേണ്ടത് 3 ഗ്രാം ആണ്, നമ്മുടെ കയ്യിൽ 2 ഗ്രാം ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് അറിഞ്ഞിട്ടേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് തീരുമാനമായി? ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ഹൈഡ്രജൻ ആണ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് തീരുമാനിക്കുക. അപ്പൊ ഞാൻ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം ഇവിടെ 44.8 ലിറ്റർ നീതി, കാരണം 2 മോൾ ആണ് 44.8 ലിറ്റർ. ഈ ക്വസ്റ്റ്യനിൽ നൈട്രജന്റെ എമൗണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട, കാരണം നൈട്രജൻ എന്തല്ല, ലിമിറ്റിംഗ് റിയേജന്റ് അല്ല. ഇനി ശ്രദ്ധിക്കൂ, 6 ഗ്രാം ആണെങ്കിൽ 44.8 ആണ്. പക്ഷെ ഇവിടെ എത്ര ഗ്രാം ആണ്? 2 ഗ്രാം. എങ്ങനെ 6 നമ്മൾ 2 ആക്കും? ബൈ 3 ചെയ്യണം, 2 ഗ്രാം. അപ്പോൾ ഇതിനെ നമ്മൾ ബൈ 3 ചെയ്യണം. അങ്ങനെ 44.8 ബൈ 3 എന്താണോ അതാണ് നമ്മുടെ ആൻസർ. 45 ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 15 കിട്ടും. ഫുൾ കാൽക്കുലേഷൻ നടത്തുന്നില്ല, 15 ലിറ്റർ. അപ്പൊ ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും ഒരു റിയാക്ടറിന്റെ എമൗണ്ട് ആണ് തന്നെങ്കിൽ ആ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേഷൻ നടത്താം. രണ്ടാളെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിച്ച് ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് വേണം കാൽക്കുലേഷൻ നടത്താൻ. ഇനി ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ഒന്ന് മൊളാരിറ്റി, അടുത്തത് മൊളാലിറ്റി. മൊളാരിറ്റി ഒരു കമ്പാരിസൺ നടത്താം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter solution. Number of moles of solute present in 1 liter solution. ഇത് number of moles of solute present in 1 kilogram solvent. രണ്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഇത് 1 ലിറ്റർ സൊല്യൂഷനിൽ, ഇത് 1 കിലോഗ്രാം സോൾവെന്റിൽ. ഇനി നമ്മൾ ഇക്വേഷനിലോട്ട് കിടക്കുകയാണ്. ഇക്വേഷനിലോട്ട് കിടക്കുമ്പോൾ പൊതുവെ സോൾവെന്റിന് പകരം എ എന്നും സൊല്യൂട്ടിന് പകരം ബി എന്നും സിമ്പൽ കൊടുക്കാറുണ്ട്. അപ്പോൾ മൊളാരിറ്റി ക്യാപിറ്റൽ എം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആയതുകൊണ്ട് ഞാൻ എൻ ബി എന്ന് എഴുതും. താഴെ 1 ലിറ്റർ സൊല്യൂഷൻ ആയതുകൊണ്ട് വോളിയം ഇൻ ലിറ്റർ എന്ന് എഴുതും. സൊല്യൂഷൻ ആയതുകൊണ്ട് എയും ബിയും കൊടുക്കണ്ട. ഇവിടെ നമുക്ക് എങ്ങനെ മൊളാരിറ്റി കാണാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എൻ ബി ബൈ ഡബ്ല്യു എ. കാരണം താഴെ കൊടുക്കേണ്ടത് സോൾവെന്റിന്റെ മാസ് ആണ്. സോൾവെന്റ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു എ അത് കിലോഗ്രാമിലായിരിക്കും. ആ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഇൻ ലിറ്റർ. ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ഡബ്ല്യു എ. എന്തായിരിക്കും ഡബ്ല്യു എ? മാസ് ഓഫ് സോൾവെന്റ്. അത് എന്തിലായിരിക്കണം? കിലോഗ്രാമിലായിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾ കാണും, സൊല്യൂഷന്റെ വോളിയം ഉണ്ടായിരിക്കും, അത് ലിറ്ററിലായിരിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണണം, സോൾവെന്റിന്റെ മാസ് ഉണ്ടാവും, അത് എന്തിലായിരിക്കണം? കിലോഗ്രാമിലായിരിക്കണം. ഇതിന്റെ യൂണിറ്റിലോട്ട് കടക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആയതുകൊണ്ട് ഇത് മോൾ പെർ ലിറ്റർ എന്ന് വരും. ഇതിന്റെ യൂണിറ്റിലോട്ട് കടക്കുകയാണെങ്കിൽ അത് മോൾ പെർ കിലോഗ്രാം വരും. മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. മൊളാരിറ്റി ഇൻ ഡൈല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മൊളാരിറ്റി.
ഡൈലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുക, വാട്ടർ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് M1V1 ഈക്വൽ ടു M2V2. ഈ M1 എന്ന് പറയുമ്പോൾ ഡൈലൂഷന് മുമ്പുള്ള മൊളാരിറ്റി ആണ്, M2 എന്ന് പറയുമ്പോൾ ഡൈലൂഷന് ശേഷമുള്ള മൊളാരിറ്റി ആണ്. അതുപോലെ തന്നെ V1 V2. V1 ഡൈലൂഷന് മുമ്പുള്ള വോളിയം, V2 ഡൈലൂഷന് ശേഷമുള്ള വോളിയം. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് മൊളാരിറ്റി ഓഫ് 500 ml aqueous solution containing 4 gram NaOH. aqueous solution എന്ന് പറയുമ്പോൾ വെള്ളത്തിലാണ് കലക്കിയിട്ടുള്ളത്, അതിനകത്ത് NaOH ഉണ്ട്. അപ്പൊ NaOH ആണ് സൊല്യൂട്ട്. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ആരാണ് സൊല്യൂട്ട്? NaOH. NaOHന്റെ മാസ് 4 gram ആണ് ബൈ NaOHന്റെ മോളാർ മാസ് നമുക്കറിയാം, സോഡിയത്തിന്റെ മാസ് 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1, മൊത്തം 14 വരും. അപ്പൊ ഇത് 0.1 ആണ്. വോളിയം ലിറ്ററിലായിരുന്നു. 500 മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ 0.5 ലിറ്റർ ആണ്. മില്ലി ലിറ്റർ ലിറ്റർക്ക് മാറ്റാം 5000. അപ്പോൾ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു വരും 0.1 by 0.5, that is 1/5. ഈ 1/5 ബൈ കാൽക്കുലേഷൻ 0.2 ആണ്. എന്തായിരിക്കും യൂണിറ്റ്? മോൾ പെർ ലിറ്റർ. അപ്പൊ ഇതിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടു, വോളിയം ഓഫ് സൊല്യൂഷൻ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണ് മൊളാരിറ്റി കണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ഇഫ് 2 molar and 300 milliliter is diluted to 600. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊളാരിറ്റി 2 molar ആയിരുന്നു, അതിന്റെ വോളിയം 300 ml ആയിരുന്നു. അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് എത്രയാക്കി മാറ്റി? 600 ആക്കി മാറ്റി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ? M1V1 ഈക്വൽ ടു M2V2. എന്തായിരുന്നു ആദ്യത്തെ മൊളാരിറ്റി? അത് 2 molar ആണ്. എന്താണ് ആദ്യത്തെ വോളിയം? അത് 300 മില്ലി ആണ്. എന്തായിരുന്നു രണ്ടാമത്തെ വോളിയം? അത് 600 മില്ലി ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മൊളാരിറ്റി കാണാലോ. എന്തായിരിക്കും മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ? M1 2 into V1 300 by 600. ഈ കാൽക്കുലേഷൻ ഒരിക്കലും വോളിയം ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം യൂണിറ്റ് ആണ്, രണ്ടും മില്ലി ലിറ്റർ ആണ്. അപ്പൊ 2 into 300 600, 600 by 600, that is 1 molar. ഇത്രയുമാണ് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു.